ഇത് 2019 ഒരു അപകടത്തിൽ പരിക്കുപറ്റിയ 46 വയസ്സുള്ള ഒരു സ്ത്രീക്ക് MACT കോടതി അനുവദിച്ച നഷ്ടപരിഹാരമാണ്. ഈ കേസിൽ പരാതിക്കാരി ടെയ്ലർ ആണെന്നായിരുന്നു ക്ലെയിം ചെയ്തിരുന്നത്. എന്നാൽ തെളിയിക്കാൻ സാധിച്ചില്ല. മാസം 15,000 രൂപ വരുമാനം ഉണ്ടായിരുന്നു എന്നും ക്ലെയിം ചെയ്തിരുന്നു. അതും തെളിയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടും 2019 ആക്സിഡന്റ് ആയിരുന്നതുകൊണ്ടും കോടതി 11,500 രൂപ നോഷണൽ ഇൻകം കണക്കാക്കി. ഈ കേസിൽ പരാതിക്കാരിക്ക് സംഭവിച്ച ഇഞ്ചുറി: 1. ലാസറേറ്റഡ് വൂണ്ട് ഓവർ ഫോർഹെഡ് വിത്ത് ഫ്രാക്ചർ ഓഫ് അണ്ടർലൈങ് ബോൺ, CSF ലീക്ക് ആൻഡ് ബ്രെയിൻ ഹെർണിയേഷൻ എന്നിവയാണ്. അതായത് ലാസറേറ്റഡ് വൂണ്ട് ഓവർ ഫോർഹെഡ് വിത്ത് ഫ്രാക്ചർ ഓഫ് അണ്ടർലൈങ് ബോൺ എന്നാൽ നെറ്റിയിൽ ഉണ്ടായ ആഴത്തിലുള്ള മുറിവും അതിന് തൊട്ടു താഴെയുള്ള അസ്ഥിക്കുണ്ടായ ഒടിവും ആണ്. CSF ലീക്ക് എന്നാൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ലീക്കാണ്. ബ്രെയിൻ ഹെർണിയേഷൻ എന്നാൽ പരിക്കു മൂലം തലച്ചോറിന്റെ ഒരു ഭാഗം അല്പം തള്ളിവരുന്ന ഗുരുതരമായ അവസ്ഥയാണ്. ഈ കേസിൽ പരാതിക്കാരി ഹാജരാക്കിയത് 14% ഡിസബിലിറ്റി രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ആണ്. എന്നാൽ പരിക്കിന്റെ കാഠിന്യം കണക്കിലെടുത്ത് കോടതി 15% ഡിസബിലിറ്റി അനുവദിച്ചു. അങ്ങനെ കോടതി പാസാക്കിയ അവാർഡാണ് സ്ക്രീനിൽ കാണുന്നത്. അത് എത്രയാണ് എന്ന് നോക്കാം. ലോസ് ഓഫ് ഏണിങ്സ് 96,000 രൂപയാണ് ക്ലെയിം ചെയ്തത്. കോടതി 69,000 രൂപ അനുവദിച്ചു. അതായത് 11,500 രൂപ മാസം 6 മാസത്തേക്ക്. അടുത്തത് ലോസ് ഓഫ് ഏണിങ്സ് പാർഷ്യൽ, ഒന്നും ചോദിച്ചിട്ടില്ല, കോടതി ഒന്നും അനുവദിച്ചിട്ടുമില്ല. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ആണ്. 25,000 രൂപയാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. കോടതി അനുവദിച്ചത് 6,000 രൂപയാണ്. അടുത്തത് എക്സ്ട്രാ നരിഷ്മെന്റ് 25,000 രൂപ ക്ലെയിം ചെയ്തു. കോടതി 10,000 രൂപ അനുവദിച്ചു. അടുത്തത് ഡാമേജ് ടു ക്ലോത്തിങ് ആൻഡ് ആർട്ടിക്കിൾസ് ആണ്. 2,000 രൂപ ക്ലെയിം ചെയ്തു. കോടതി 1,500 രൂപ അനുവദിച്ചു. അടുത്തത് മെഡിക്കൽ എക്സ്പെൻസ് ആണ്. 50,000 രൂപ ക്ലെയിം ചെയ്തു. കോടതി 36,517 രൂപ അനുവദിച്ചു. അടുത്തത് ബൈസ്റ്റാൻഡർ എക്സ്പെൻസ് ആണ്. 5,000 രൂപ ക്ലെയിം ചെയ്തു. കോടതി 6,000 രൂപ അനുവദിച്ചു. അടുത്തത് പെയിൻ ആൻഡ് സഫറിംഗ് ആണ്. 1,00,000 രൂപ ക്ലെയിം ചെയ്തു. കോടതി 70,000 രൂപ അനുവദിച്ചു. അടുത്തത് കോമ്പൻസേഷൻ ഫോർ പെർമനന്റ് ഓർ കണ്ടിന്യൂയിങ് ഡിസബിലിറ്റി ആണ്. 5,00,000 രൂപയാണ് ക്ലെയിം ചെയ്തത്. കോടതി അനുവദിച്ചത് 2,69,100 രൂപയാണ്. അടുത്തത് ലോസ് ഓഫ് അമനിറ്റീസ് ഓഫ് ലൈഫ് ആണ്. 2,00,000 രൂപയാണ് ക്ലെയിം ചെയ്തത്. കോടതി 30,000 രൂപ അനുവദിച്ചു. അടുത്തത് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ലൈഫ് എക്സ്പെക്റ്റൻസിയും കോമ്പൻസേഷൻ ഫോർ ഫ്യൂച്ചർ ട്രീറ്റ്മെന്റും കോടതി അനുവദിച്ചിട്ടില്ല. അങ്ങനെ ആകെ 16,03,000 രൂപയാണ് ക്ലെയിം ചെയ്തിരുന്നത്. ഈ ക്ലെയിം 10 ലക്ഷമായി ലിമിറ്റ് ചെയ്തിരുന്നു. അതിൽ കോടതി അനുവദിച്ചത് 4,98,117 രൂപയാണ്. കോടതി ഇത് 4,98,100 രൂപയായി റൗണ്ട് ചെയ്തു. ഇതിനോടൊപ്പം ഇൻട്രസ്റ്റും കോസ്റ്റും കോടതി ഈ കേസിൽ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു.